ഹലോ മൈ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇറച്ചി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഇറച്ചി കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പം ബീഫ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: ഒരു വലിയ സവാള ഞാനെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, മല്ലിച്ചപ്പ് നിർബന്ധമായിട്ടും വേണം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനതെടുത്തിട്ടില്ല. പിന്നീട് അതിലേക്ക് ഞാൻ ബീഫ് നന്നായിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് എങ്ങനെ ഇറച്ചി കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണം. നമ്മൾ വിചാരിക്കും ഇറച്ചി കേക്ക് എന്നൊക്കെ പറയുമ്പോൾ വലിയ പണിയുള്ള സംഭവമാണെന്ന്. പക്ഷേ ഒരു പണിയില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇറച്ചി കേക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. അപ്പം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വാട്ടി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊക്കെ വഴന്ന് കിട്ടും. പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. പിന്നീട് ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിച്ചപ്പും മസ്റ്റാണ്, അത് എന്തായാലും ഇട്ട് കൊടുക്കണം. മല്ലിച്ചപ്പ് ഇട്ടാലേ നല്ലൊരു സ്മെല്ലൊക്കെ നമ്മുടെ കേക്കിനായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നീട് ഞാൻ അതിലേക്ക് ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം അത് ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാകത്തിന് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പിട്ടത് കൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ, ഈ സവാളയിലേക്ക് വേണ്ട ഉപ്പ്. അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറച്ചി വേവിക്കുമ്പോൾ ഇട്ടതായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഞാനൊരു ലേശം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് 5 കോഴിമുട്ടയാണ്. ഞാൻ 5 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ സാധനങ്ങൾ അതിനനുസരിച്ച് കൂട്ടണം. അപ്പം ഞാനിപ്പോൾ കുറച്ച് വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ 5 മുട്ടയുടെ ഒരു രീതിക്കാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചെടുത്ത് നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നല്ല രീതിക്കൊന്നും അടിക്കേണ്ടതില്ല, ആ മുട്ട ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലേതും നല്ല രീതിയിലൊന്ന് ഇളക്കി ആ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ആ മുട്ടയിലേക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നല്ല ഇളക്കി കൊടുത്ത് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. അത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ലേശം നെയ്യ് പുരട്ടി കൊടുക്കാം. നല്ല രീതിയിൽ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ ആക്കി കൊടുക്കണം. കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് നല്ല രീതിയിൽ അമർത്തി കൊടുക്കണം. എന്നിട്ട് അത് അടച്ച് മൂടി ഞാനൊരു പഴയ പാന് അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാത്രം അതിലേക്ക് വെച്ച്
നമുക്ക് നമ്മുടെ കേക്ക് വേവിച്ചെടുക്കാം. അപ്പം ഒരു 20 മിനിറ്റ് ആവശ്യമായിട്ടുണ്ട് ഇത് വേവാനായിട്ട്. അപ്പം നമുക്ക് 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചട്ടിപ്പുറം ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ലേശം ഓയിൽ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ കേക്കൊന്ന് അതിലേക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. വെന്തിട്ടുണ്ട്, എന്നാലും നമുക്കൊരു തൃപ്തിക്ക് വേണ്ടി ഒന്നങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഇറച്ചി കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇത് കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ കേക്ക് ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ.